ഹായ് എവ്രി വൺ. നമ്മളൊരു അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമുക്കറിയാം ഒരു ലാസ്റ്റ് ഡേറ്റ് തരും അല്ലേ? ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി, നമുക്ക് സമയമുണ്ടാവും. പക്ഷേ എക്സാംസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു പെർട്ടിക്കുലർ ഡേ, ഫിക്സഡ് ഡേ ഉണ്ടായിരിക്കും. ആ ഫിക്സ്ഡ് ഡേയിൽ തന്നെ നമ്മൾ എക്സാം എഴുതണം. നമുക്ക് പലപ്പോഴും എന്താണ്, പല കാരണങ്ങളും കൊണ്ടും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി നോക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു ഡേറ്റിന് തന്നെ എക്സാം എഴുതണം എന്നുള്ളൊരു ഒരു ഒരു റിജിഡ്, വളരെ കർക്കശമായിട്ടുള്ളൊരു റൂള് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു പുതിയ റൂളുമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പാറ്റേണുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷം മുതൽ 2024 ഇൻടേക്സ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിന് ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ തരും. ആ ടൈമിനുള്ളിൽ അവർ എന്ത് ചെയ്താൽ മതി? എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 1 വീക്ക് ടൈം, അതായത് മെയ് 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും എഴുതിയെടുത്താൽ മതി എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? സുഖമാണ് അല്ലേ? യെസ്. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ പാക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1 വീക്ക് നമുക്ക് ലീവ് എടുത്തില്ലെങ്കിൽ ഒരു 1 വീക്ക് എക്സാമിന് വേണ്ടി മാത്രം ഇരുന്ന് ആ 1 വീക്കിനുള്ളിൽ നമുക്ക് എക്സാംസ് എഴുതി കഴിയാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അസൈൻമെൻറ്റ് നമ്മൾ എങ്ങനെയാണോ സബ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് എക്സാം എഴുതാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന 1 വീക്കിൽ ഒരു ഡേ അല്ലെങ്കിൽ 24 hours 2 എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. അതാണ് അവർ നൽകുന്ന നിബന്ധന. ആ ഒരു 1 വീക്കിനുള്ളിൽ, എക്സാമ്പിളാണ് പറയുന്നത്, ആ 1 വീക്കിനുള്ളിൽ ഒരു 24 hours നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? 2 എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് 1 വീക്കിനുള്ളിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഇനി നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. അറിയാലോ, 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. 100 മാർക്കിൻ്റെ എക്സാമിൽ 70% നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്കും 30% നിങ്ങളുടെ ഇൻറ്റേർണൽസ് എന്ന് വരുന്ന മാർക്കുമാണ്. ഇതിൽ നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് വരുന്നത് 40% മാർക്കാണ്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും പഠിക്കാത്തവരാണ്, ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് ഇന്നാണല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു ഫിക്സഡ് ഡേറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു നല്ല അവസരമാണ് കേട്ടോ ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പം മുൻപോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ അവരൊരു ടൈം തരും. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതി തീർക്കാം. പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 24 hours നിങ്ങൾ 2 എക്സാം എഴുതിയിരിക്കണം. സംഗതി എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാം അല്ലേ? ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം, മനസ്സിലാക്കണം, കാര്യങ്ങൾ അറിയണമെന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി.